കഴിഞ്ഞ ദിവസം നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതി പൾസർ സുനി കൊടും ക്രിമിനൽ. ഇയാൾക്കെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത്. പൾസർ സുനിക്കെതിരെ വെളിപ്പെടുത്തലുമായി പ്രമുഖരും രംഗത്ത് വന്നു. പെട്രോൾ പമ്പ് ആക്രമിച്ച് പണം തട്ടലടക്കം നിരവധി കേസുകളാണ് പൾസർ സുനിക്കെതിരെ നിലവിലുള്ളത്. ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് ഇയാളുടെ പ്രധാന ക്രിമിനൽ പ്രവൃത്തി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ തന്റെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നുവെന്ന് നടനും MLA-യുമായ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ 1 കൊല്ലം വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ സുനിൽ എന്ന് പറഞ്ഞ ആൾ. അന്നത്തെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് വളരെ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അടുത്ത് ഒരു പകുതി തമാശയും പകുതി സീരിയസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട ബന്ധങ്ങളുള്ള ഒരു ആളാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഒരു ഉപദേശ രൂപേണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ സുനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കുറച്ചാൾ കാണത്തില്ല, തൽക്കാലം നമുക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. സിദ്ദീഖ് ലാലിൻ്റെ ലാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രിമിനലാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഫിലിം കമ്പനിയിൽ വെക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TV ന്യൂസ് ആൻഡ് വ്യൂസിൽ നിർമ്മാതാവ് സുരേഷ് കുമാർ പൾസർ സുനിയെ സംബന്ധിച്ച് തന്റെ അനുഭവം വെളിപ്പെടുത്തിയത് ഇങ്ങനെ. എൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലൊരു പ്രശ്നമുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ കാർ വന്നിട്ട് കാറിന് പകരം ഒരു ടെമ്പോ ട്രാവലർ വന്നു. ടെമ്പോ ട്രാവലറിൽ ഷൂട്ടിങ്ങിന് പോയതാണ് എറണാകുളത്ത് 5 കൊല്ലം മുമ്പ് ഒരു പടത്തിൻ്റെ. അപ്പം ആ ടെമ്പോ ട്രാവലിൽ കയറി ഹോട്ടലിൽ രമണ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട്, അപ്പോൾ രമണ ഇന്നിൽ എത്തുന്നതിന് മുമ്പ് ഇത് ലേക്ക് ഷോർ കഴിഞ്ഞ് വീണ്ടും കറങ്ങുകയാണ്. 2-3 പ്രാവശ്യം കറങ്ങിയപ്പോൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, വൈഫ് അയാളുടെ അടുത്ത് എന്താണ് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിന്നെ വീണ്ടും കൊണ്ട് രമണ ഇന്നിൽ കൊണ്ട് വിടുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇതിൻ്റെ അകത്ത് രാവിലെ ജോണി സാഹിർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ആളാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്, ഇന്ന് കിട്ടാനുള്ള പ്രതി. ഇന്നേ വരെ ഈ 5 കൊല്ലം മുമ്പാണ് ഞാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇതാണെന്നും പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റിൻ്റെ ഒരു കാര്യം പോലും കിട്ടിയില്ല എന്ന്. ഇതോടെ നിരപരാധിയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം പൾസർ സുനിയുടെ ക്രിമിനൽ ആസൂത്രണം തന്നെയെന്ന് ബോധ്യമാകുന്നു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. കൊച്ചിയിൽ നടിക്കെതിരെ ആക്രമണം നടത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി പോലീസ്. ഇവരിൽ പിടികൂടിയ 3 പേരും കൊടും കുറ്റവാളികളാണ്. മുഖ്യപ്രതി പൾസർ സുനിയെ കൂടാതെ ഇന്ന് കൊട്ടേഷൻ സംഘാംഗങ്ങളായ വടിവാൾ സലീം, പ്രദീപ് എന്നിവരും പിടിയിലായി. കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികൾ അറസ്റ്റിലായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് 2 പേരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുണ്ടാ സംഘാംഗമായ വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കാറിലുണ്ടായിരുന്നവരാണ് ഇരുവരുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുഖ്യപ്രതി സുനിലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ പോകാൻ സാധ്യതയുള്ള 20ഓളം കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. പൾസർ സുനി എന്ന സുനിലിനെ കൂടാതെ വിജീഷ്, മണികണ്ഠൻ എന്നിവർക്ക് വേണ്ടിയും അന്വേഷണം തുടരുകയാണ്. കേസ് അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ആലുവ പോലീസ് ക്ലബിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടാനാവുമെന്ന് B സന്ധ്യ പ്രതികരിക്കുകയുണ്ടായി. സിനിമാ മേഖലയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് IG ദിനേന്ദ്ര കശ്യപും പ്രതികരിച്ചു. മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ ഉടൻ വലയിലാക്കുമെന്നാണ് സൂചന. കസ്റ്റഡിയിലുള്ള 2 പേരുടെ അറസ്റ്റ് ഇന്ന് വൈകുന്നേരത്തോടെ രേഖപ്പെടുത്തും. അതേസമയം പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അരുൺ. KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസ് അന്വേഷണത്തിൽ നല്ല പുരോഗതിയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപ്. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ പറയാനാകില്ല എന്ന് B സന്ധ്യയും കൊച്ചിയിൽ പറഞ്ഞു. പുരോഗതിയുണ്ട്, പുരോഗതി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പൾസർ സുനിയെ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വേഗത്തിൽ അന്വേഷണം ഒരു പ്രത്യേക സംഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നെ അറിയിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് തിരക്കത്തിലാണ്. താങ്ക് യു സോ മച്ച്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പരാതി ലഭിച്ച ഉടൻ പോലീസ് ശക്തമായി ഇടപെട്ടുവെന്ന് കോടിയേരി. കൊച്ചിയിലുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേസിലെ പ്രധാന പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് അന്വേഷണമെന്നും കോടിയേരി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന തകർച്ച വരുത്തി തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. കൊച്ചിയിലുണ്ടായത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സിനിമാ നടിക്ക് അവരെ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയിട്ടുള്ള ശ്രമം, അതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് വളരെ ശക്തമായി ഇടപെടുകയും അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയെ തന്നെ പിടികൂടാൻ കഴിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകൾ കണ്ടെത്താനും യഥാർത്ഥമായി
സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ സഹായകമായ വിധത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി ക്രമസമാധാന തകർച്ച എന്ന് പ്രചരിപ്പിക്കുന്ന UDF അവരുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ ഭദ്രമായൊരു ക്രമസമാധാനമാണ് ഉള്ളത് എന്ന കാര്യം അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് രമേശ് ചെന്നിത്തല ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് സ്ഥാപിക്കാൻ, ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തനിക്കാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് അദ്ദേഹം ഓരോ ദിവസം ഓരോ പ്രസ്താവനകളും സമരങ്ങളുമായി പുറപ്പെട്ടിരിക്കുന്നത്. അതൊന്നും അദ്ദേഹത്തിൻ്റെ UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഓർക്കുന്ന ആരും അവരുടെ പ്രചരണം കേരളത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനാകാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമസമാധാന നില അനുദിനം വഷളാകുന്നു. ഇന്ന് തന്നെ കൊല്ലത്ത് ഹർത്താൽ നടക്കുകയാണ്. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികളെ കോളേജിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് ആളുകൾ തീ കൊളുത്തുന്നു. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാദം ജനങ്ങൾ വളരെ വളരെ ഹാസ്യത്തോടു കൂടിയാണ് കാണുന്നത്. കലാകാരികൾക്ക് രാത്രികാലങ്ങളിലുള്ള സുരക്ഷിത യാത്രകൾക്ക് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നടനും MLA-യുമായ മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. നടികൾക്ക് വേണമെങ്കിൽ വനിതാ പോലീസിന്റെ സംരക്ഷണം തേടാം. ഈ സൗകര്യങ്ങൾ എല്ലാവരും ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിലുള്ള അല്ലെങ്കിൽ കലാകാരനായിട്ടുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഇതേ കണക്ക് ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ തരും. ആ നമ്പറിൽ വിളിക്കണം. ആ പോകുന്ന വഴി അത് പോലീസ് ശ്രദ്ധിക്കും. ചെല്ലുന്ന വഴി ശ്രദ്ധിക്കും. ആ പോകുന്ന ഡ്രൈവറിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ, നടികൾ ആണെങ്കിൽ, ഇനി സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ഒക്കെ നടികൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഒരു വനിതാ പോലീസിനെ കൂടെ വിടാൻ വരെ നമ്മുടെ പോലീസ് തയ്യാറാണ്. അതിനു വരെയുള്ള സംവിധാനങ്ങൾ DGP ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒന്നും ആരും ഉപയോഗിക്കാതിരിക്കരുത്. ട്രെയിനിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം. ഗുവാഹട്ടി എക്സ്പ്രസിലെ യാത്രക്കാരിയാണ് പീഡനത്തിന് ഇരയായത്. മേഘാലയ സ്വദേശിയായ ഇവർ തിരുവനന്തപുരത്ത് ഒരു അധ്യാപികയുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. ഇവർ അവധിക്ക് പോയ ശേഷം നാട്ടിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു സംഭവം. വിശ്വാസ വോട്ടെടുപ്പ് കഴിഞ്ഞുവെങ്കിലും പൊരുതാനുറച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് AIADMKയിലെ ശശികല പനീർസെൽവം വിഭാഗങ്ങൾ. ഔദ്യോഗിക പക്ഷം തങ്ങളാണ് എന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇരു വിഭാഗങ്ങളും. അതേസമയം പ്രതിപക്ഷമായ DMKയും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ നിയമസഭയിൽ ശശികല വിഭാഗം ഭൂരിപക്ഷം തെളിയിച്ചെങ്കിലും തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാറും കോളും നീങ്ങുന്നില്ല. പൊരുതാനുറച്ച് AIADMKയിലെ O പനീർസെൽവം ശശികല വിഭാഗങ്ങളും കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തക്കം പാർത്ത് DMKയും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഇനിയും നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. ജയലളിതയുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പനീർസെൽവം ശശികല ക്യാമ്പുകൾ തുടരുന്നത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഇരുവിഭാഗം നേതാക്കളും നടത്തിയ പ്രസ്താവനകളിൽ ഈ കാര്യം വ്യക്തമാണ്. അമ്മ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ കുടുംബമാണ് അധികാരത്തിൽ എത്തിയതെന്നും വിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച MLA-മാർ വോട്ടർമാരെ വഞ്ചിച്ചുവെന്നും O പനീർസെൽവം കുറ്റപ്പെടുത്തി. இன்றைக்கு நடைபெற்றுக் கொண்டிருக்கிறது சசிகலா அவர்களுடைய அணி, நாங்களெல்லாம் மாண்புமிகு அம்மா அவருடைய அணி. மாண்புமிகு அம்மாவுடைய அணி எதிர்காலத்தில் மக்களுடைய ஆதரவை பெற்று மகத்தான வெற்றி பெறும். அதுவரை தர்மம் நிலைத்து நிற்பதற்கு சிறு கால அவகாசம் ஏற்படும். ஆகவே അമ്മയുടെ യഥാർത്ഥ അനുയായികൾ ആരാണെന്ന് വിശ്വാസ വോട്ടെടുപ്പിലൂടെ തെളിഞ്ഞെന്നായിരുന്നു മുഖ്യമന്ത്രി പളനിസ്വാമിയുടെ പ്രതികരണം. DMKയുമായി ഒത്തുകളിച്ച പനീർസെൽവമാണ് വഞ്ചന കാട്ടിയതെന്നും പളനിസ്വാമി കുറ്റപ്പെടുത്തി. திராவிட முன்னேற்ற கழக கட்சியை சேர்ந்த தலைவர் துணை எவ்வளவு அராஜகத்தில் ஈடுபட்டார்கள் என்பதையெல்லாம் இன்றைக்கு உங்களுக்கு அத்தனை பேருக்கும் தெரியும்.
நான் சொல்லி தெரிய வேண்டிய அவசியமில்லை. വിശ്വാസ വോട്ടെടുപ്പ് നടപടികൾ നിയമപരമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം കയ്യേറ്റം ചെയ്തെന്ന വികാരം ഇളക്കിവിട്ട് അണികളെ പ്രതിഷേധവുമായി തെരുവിലിറക്കാനാണ് DMK വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിന്റെ നീക്കം. വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച ശശികല ക്യാമ്പ് ഇനി പാർട്ടി ഘടകങ്ങളെയും അണികളെയും ഒപ്പം നിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഭരണവും പാർട്ടി നേതൃത്വവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം നേടുന്നതിൽ ശശികല വിജയിച്ചിരിക്കുന്നു. പാർട്ടി അണികളെ ഒപ്പം നിർത്തുക എന്ന കടമ്പ മറികടക്കണമെങ്കിൽ ഇനി ശശികല ക്യാമ്പ് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ തുടരുന്നു. കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ പുരോഗതി യോഗം വിലയിരുത്തും. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യം യോഗം വിലയിരുത്തും. കേന്ദ്ര ബജറ്റ്, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളിലും യോഗം ചർച്ച ചെയ്യും. ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് കാലതാമസമില്ലാതെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. പൊതുജനങ്ങളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ സമാഹരിച്ചായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള ശുപാർശകൾക്കായിരിക്കും ആദ്യ റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുക. സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിച്ച് പൊതുജനാഭിപ്രായം സമാഹരിച്ചായിരിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ പ്രഥമ റിപ്പോർട്ട് തയ്യാറാക്കുക. ആദ്യം ജില്ലാതല യോഗങ്ങളും തുടർന്ന് സംസ്ഥാനതല യോഗവും നടത്തും. സർക്കാർ പ്രതിനിധികളുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ശേഷം വിദഗ്ധ സമിതി യോഗം ചേർന്നായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. കാലതാമസം കൂടാതെ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സാധ്യമാക്കുന്ന തരത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകളും സെമിനാറുകളും വിദഗ്ധരുടെ യോഗങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഴിമതി നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും പ്രഥമ റിപ്പോർട്ട്. ശക്തവും കാര്യക്ഷമവുമായ വിജിലൻസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസി സ്ഥാപിക്കണമെന്നും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യാൻ നേരത്തെ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അഴിമതിക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാൻ നിയമനിർമ്മാണമടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും കമ്മീഷൻ പ്രഥമ റിപ്പോർട്ടിലൂടെ സർക്കാരിനോട് ശുപാർശ ചെയ്യും. കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ 4ാമത് യോഗത്തിൽ ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകൾ പിന്നിട്ട് ഉച്ചയോടെടുക്കുമ്പോൾ 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ശിവപാൽ യാദവും മുലായത്തിന്റെ മരുമകൾ അപർണ യാദവുമാണ് ഇത്തവണ ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, ഈ ഉച്ചവരെയുള്ള ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിച്ചത്? പ്രത്യേകിച്ച് SP-യുടെ ശക്തി കേന്ദ്രവും കുത്തക മണ്ഡലങ്ങളുമായ കനൌജ്, ഇറ്റാവ, മെയിൻപുരി അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പാണല്ലോ. എങ്ങനെയാണ് ആദ്യ മണിക്കൂറുകളിൽ? ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ഒരു മന്ദഗതിയിലാണ്. 35% മാത്രമേ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയുള്ള പോളിംഗ് സ്ഥിരീകരിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചത് ഒരു 80% പോളിംഗ് എത്തുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ 2ാം ഘട്ടത്തിലേതുപോലെ ഒരു 65% പോളിംഗ് അവസാനിക്കാനാണ് ഇതുവരെയുള്ള സാധ്യതകൾ. ഈ സമാജ്വാദി പാർട്ടിയുടെ കുത്തക മണ്ഡലങ്ങളാണ് ഈ 69 മണ്ഡലങ്ങളിലെയും പ്രമുഖ മണ്ഡലങ്ങളെല്ലാം. ഇതിൽ തന്നെ ഇറ്റാവ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിന്റെ ജന്മസ്ഥലം കൂടിയാണ്. ഇറ്റാവയിലെത്തിയ അഖിലേഷ് യാദവ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. 2012 തെരഞ്ഞെടുപ്പിൽ 54 സീറ്റുകൾ 69 സീറ്റുകളിൽ 54 സീറ്റുകൾ സമാജ്വാദി പാർട്ടി നിലനിർത്തിയിരുന്നു. മറ്റ് 6 സീറ്റുകൾ വീതമാണ് BJP-യും BSP-യും പങ്കിട്ടത്. 2 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തിരുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കുത്തൊഴുക്ക് ഈ 54 സീറ്റുകൾ ലഭിച്ച മണ്ഡലങ്ങളിൽ പോലും വലിയൊരു കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത് തിരിച്ചുപിടിക്കുക എന്നൊരു അഭിമാന പോരാട്ടം കൂടിയാണ് അഖിലേഷ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ഈ 3ാം ഘട്ട പോളിംഗ്. പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ശിവപാൽ സിംഗ് യാദവ് മത്സരിക്കുന്നത് ജസ്വന്ത് നഗറിൽ നിന്നാണ്. അഖിലേഷ് യാദവ് നേരത്തെ ശിവപാൽ സിംഗ് യാദവിനെതിരെ ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ അഖിലേഷുമായി നിരന്തരം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച ശിവപാൽ സിംഗ് യാദവിന്റെ ജസ്വന്ത് നഗറിലെ മണ്ഡലം, അതിനാൽ തന്നെ ഏവരും വളരെ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. 30% ഇതുവരെ ജസ്വന്ത് നഗറിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം മുലായം സിംഗ് യാദവിന്റെ ഇളയ മരുമകൾ അപർണ യാദവ് മത്സരിക്കുന്നത് ലക്നൌ ക്യാന്റ് മണ്ഡലത്തിൽ നിന്നാണ്. ഇതേ മണ്ഡലത്തിൽ നിന്ന് വലിയ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP ടിക്കറ്റിലെത്തിയ റീത്ത ബഹുഗുണ ഘോഷിയും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചവരെയുള്ള പോളിംഗ് 35% രേഖപ്പെടുത്തി
കൂടിയിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിക്ക് വലിയ വെല്ലുവിളി ഉയർത്തി BSPയും കനത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ബീഫ് നിർമ്മാണശാലകളൊക്കെ അടച്ചുപൂട്ടുമെന്നതായിരുന്നു. അതോടൊപ്പം സംവരണ വിരുദ്ധ പരാമർശം RSS നേതാവ് നടത്തിയതും ഇതെല്ലാം ഉയർത്തിക്കാട്ടിയുള്ള BSPയുടെ പ്രചാരണം വലിയ ഒരു പ്രചരണമാണ് നടത്തിയത്. അതിനാൽ തന്നെ BSP വലിയ വെല്ലുവിളി ഉയർത്താനും സാധ്യതയുണ്ട്. മായാവതി പറഞ്ഞത് തങ്ങൾ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണ്, ഇതിന് ഒരുങ്ങുന്നു എന്നാണ് മായാവതി പ്രതികരിക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല. മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ഇരുപക്ഷത്താണല്ലോ. ശിവപാൽ സിംഗ് യാദവിന്റെ പ്രചരണത്തിനായി മാത്രം മുലായം എത്തിയത് ഇതല്ലേ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ നിങ്ങൾ കാണേണ്ടാത്തത് മാത്രമേ കാണുകയുള്ളൂ, അവിടേക്ക് മാത്രമേ ക്യാമറ ഫോക്കസ് ചെയ്യുകയുള്ളൂ എന്നായിരുന്നു വോട്ടിംഗിന് ശേഷം അഖിലേഷ് യാദവിന്റെ പ്രതികരണം. അരുൺ, മണിശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. UP-യിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 35% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയെന്ന് മർത്തോമ സഭ വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000-കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ച് നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്.